ഓം സൈറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണല്ലേ, അപ്പോൾ എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ ബ്ലെസ്സിങ്സോടും കൂടിയ നല്ലൊരു വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യമേ. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യാഴാഴ്ച ദിവസമാണല്ലേ, അപ്പോൾ ബാബയുടെ ഒരു അത്ഭുതം തന്നെ ഞാൻ പറയാം കേട്ടോ. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ബാബ ചെയ്ത ഓരോരോ അത്ഭുതങ്ങൾ നമ്മൾ അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുള്ളത്, അതിലൊന്ന് നമുക്ക് വല്ലാത്തൊരു ധൈര്യം, മനസ്സിനൊരു വല്ലാത്തൊരു ധൈര്യവും ഒരു ബലവും ഒക്കെ ആയിരിക്കും അല്ലേ, ഒരു സമാധാനവും. രണ്ട്, അതിൽ നിന്നും നമ്മുടെ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. മറ്റൊരു ഡിവോട്ടിക്ക് നടന്ന ഒരു അത്ഭുതം, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു അത്ഭുതമായിരുന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മുടെ പ്രോബ്ലംസിനും അതിലുള്ളിലൊരു പരിഹാരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു മിറാക്കിളാണ് ഞാനിന്നിവിടെ പറയുന്നത്. ഇത് പൂനെയിലെ ഒരു ഡിവോട്ടിക്ക് നടന്നതാണ് കേട്ടോ. വളരെ ഞാൻ ഇന്നേ വരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ ഒരു സംഭവമാണ്, ആ ഒരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഈ ഡിവോട്ടി ഞാൻ പറഞ്ഞല്ലോ, പൂനെയിലാണ് താമസം. അദ്ദേഹം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വളരെ ഫിറ്റായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഓഫീസിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ വല്ലാതെ ബോഡി ഫുള്ളും നന്നായിട്ട് വിറയ്ക്കുന്നുമുണ്ട്, വിയർക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തല കറങ്ങുന്ന പോലത്തുള്ളൊരു ഫീലിംഗ്. അപ്പോൾ ഇതെല്ലാം മറികടന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിച്ചേരണം എന്നുള്ളൊരു തോന്നൽ വരികയാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല, വണ്ടി ഓടിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പോൾ സമയം ചെല്ലും തോറും അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം വണ്ടി സൈഡിലോട്ട് ഒതുക്കി വീട്ടിൽ ഇൻഫോം ചെയ്യുകയാണ്, എനിക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് വല്ലാത്ത തലകറക്കം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ തലകറങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയോ കണ്ട് അദ്ദേഹത്തെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്നും വീട്ടിലേക്ക് ഇൻഫോം ചെയ്യുകയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് ടെസ്റ്റൊക്കെ നടത്തി അതിൻ്റെ റിസൾട്ട് എടുക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു എന്നാണ് കണ്ടെത്തിയത് കേട്ടോ. 2 കിഡ്നിയും ഫങ്ഷനിങ് അല്ല, ക്രിയേറ്റിൻ ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ മോശം കണ്ടീഷനിലാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അവരോട് പറഞ്ഞ് അദ്ദേഹത്തെ ICUയിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ പെട്ടെന്ന് സ്വാഭാവികമായിട്ടും അത്രയും രാവിലെ പോകുന്നത് വരെയും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഇതുവരെ ഒരു സിംറ്റംസും ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണമെന്നുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ ICUയിലാക്കുന്നു. അദ്ദേഹത്തിന് ഓർമ്മ വരുന്ന സമയത്ത് ഇതുപോലെ പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, 2 കിഡ്നിയും ഫങ്ഷനിങ് അല്ല, അപ്പോൾ ഇനി ഒരേ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ഡയാലിസിസ് മാത്രമേ ഉള്ളൂ മുന്നിലുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹവും വളരെ ഷോക്കാവുന്നുണ്ട്, ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ആദ്യം പറയുന്നത്, ബാബ വലിയൊരു ബാബ ഡിവോട്ടിയാണ്, ബാബ ഞാൻ ആർക്കും ഇന്നേ വരെ ഒരു തെറ്റും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല, അപ്പോഴും എന്നെ എന്തിനാണ് ഇനിയുള്ള എൻ്റെ ജീവിതം മറ്റൊരാളെ ആശ്രയിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ മാറ്റിയത് എന്തിനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 17 ദിവസം അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കേട്ടോ. ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നു, 17 ദിവസം എടുക്കുന്നു. ശേഷം ഡയാലിസിസിൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ അടുത്ത ചെക്കപ്പിന് വേണ്ടി വരാൻ പറയുന്നുണ്ട്. അങ്ങനെ 17 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഹോസ്പിറ്റലിൽ വിടുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹം അഡ്മിറ്റ് ആകുന്നത് ജൂൺ മന്തായിരുന്നു. ജൂലൈ മന്തിൽ അപ്പോഴുള്ള ഷിർഡിയിലെ ഒരു വലിയൊരു ഫാൽക്കി യാത്രയുണ്ട് അവിടെ. അതിൻ്റെ ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട ഫാൽക്കി യാത്ര, അത് വർഷങ്ങളായിട്ട് ഇവരുടെ കുടുംബം ഒരു മുടക്കവും വരുത്താതെ അതിൽ പങ്കെടുക്കുന്നവരായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ ബാബയുടെ ഫാൽക്കി യാത്രയിൽ പങ്കെടുക്കുന്നത്, ഞാൻ ഇത്രയും വർഷം മുടങ്ങാതെ വരികയും അത്രത്തോളം വളരെ സന്തോഷത്തോടെയും വളരെ എനർജറ്റിക്കായിട്ടുമായിരുന്നല്ലോ ഞാൻ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. എന്നെ എന്തിനാണ് ബാബ ഇങ്ങനെ പരസഹായത്തോടെ ഇങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊള്ളട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബാബ എത്തിയത്. ഞാനിനി എങ്ങനെയാണ് ബാബയെ ഒന്ന് കാണണമെങ്കിൽ പോലും എനിക്കിനി മറ്റൊരാൾ ആശ്രയിച്ചേ മതിയാകൂ, ഇങ്ങനെ ഒരു അവസ്ഥ എന്തിനാണ് ബാബ എനിക്കായി നൽകിയത് എന്ന് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം 17 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലോട്ട് പോയി രാത്രി ഒരു 12 മണി, കാരണം അദ്ദേഹം എപ്പോഴും ഡെയിലി അവരെ മുടങ്ങാതെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അന്നത്തെ ദിവസവും പതിവ് പോലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും അവരുടെ ബാബയെ പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരും എടുക്കുന്നുണ്ട്. ശേഷം ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ രാത്രി ഒരു 12 മണിയാകുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ബാബ പറയുന്നത് ഇതാണ്, നീ ദിവസവും എൻ്റെ എടുക്കുന്നുണ്ടല്ലേ, ആ ഉദിയുടെ പ്രാധാന്യം നിനക്കറിയാം,
ആ ഉതി എടുത്തതിന് ശേഷവും നീ ആ ഉതിയെ വെറും നിസ്സാരമായി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് നീ എന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തിനാണ് എനിക്ക് ഇങ്ങനൊരു അസുഖം തന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് നീ ആ ഉതി എടുക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം നീ എന്നോട് തന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉതിയുടെ പ്രാധാന്യം നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് വൈഫിനോട് പറയുകയാണ്, ഇങ്ങനെ ബാബ എന്നെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എൻ്റെ സ്വപ്നത്തിൽ. എന്തായിരിക്കും ബാബ എന്നെ ഇങ്ങനെ വഴക്ക് പറയാൻ കാരണം? ബാബ പറഞ്ഞത് ഫുള്ളും ഉദിയെക്കുറിച്ചാണല്ലോ. അപ്പോൾ എന്തിനാണ് ബാബ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് വിചാരിച്ചത് 17 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന ആൾ, ഹൈ ഡോസുള്ള മരുന്നുകൾ എടുക്കുന്ന ഒരാൾ, അതുമല്ല വിചാരിച്ചിരിക്കാത്ത സമയത്ത് ഒരു രോഗത്തെക്കുറിച്ച് കേട്ട ഒരാൾ, അപ്പോൾ അതിൻ്റെ ഡിപ്രഷൻ ആയിരിക്കാം, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കാം എന്ന് മനസ്സിലാക്കി വൈഫ് പറയുകയാണ്, അത് വെറുതെ തോന്നുന്നതാണ്, ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ട് തോന്നുന്നതാണ്, അതുകൊണ്ടൊന്നും തന്നെ ആലോചിക്കേണ്ടതില്ല, ബാബയെ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ പറഞ്ഞ് അദ്ദേഹത്തിനെ സമാധാനപ്പെടുത്തി അദ്ദേഹം ഉറങ്ങുകയാണ്. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു 4 മണിയായപ്പോൾ എഴുന്നേറ്റ് വൈഫിനെ വിളിച്ചുണർത്തി കേൾക്കുകയാണ്, നീ കക്കടാരതി കേൾക്കുന്നില്ലേ, ബാബയുടെ കക്കടാരതി കേൾക്കുന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ വൈഫ് ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ഇവിടെ കക്കടാരതി കേൾക്കുന്നത്, എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഇല്ല, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ വ്യക്തമായി ബാബയുടെ കക്കടാരതി കേൾക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവിലെ 4 മണിക്ക്, ഞാൻ ബാബയുടെ കക്കടാരതി എനിക്ക് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്, അതെന്താണ് നിനക്ക് മാത്രം കേൾക്കാൻ പറ്റാത്തതെന്നും വൈഫിന് വഴക്കും പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി വൈഫ് പൂർണ്ണമായിട്ടും ഉറപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ മനസ്സിന് സാരമായി എന്തോ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു രോഗത്തെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മനസ്സിൽ എന്തോ ഒരു ഡിപ്രഷനാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. വൈഫ് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും രാവിലെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് പോകാമെന്നും ഹോസ്പിറ്റലിൽ പോയി നമുക്കൊരു ചെക്കപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിപ്പോൾ ബാബയുടെ ആരതി ഒന്നും കേൾക്കുന്നില്ല, പക്ഷേ നേരത്തെ ഞാൻ വ്യക്തമായി കക്കടാരതി കേട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ അവർ ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനോട് വിവരങ്ങളെല്ലാം പറയുന്നു. ആ സമയം ഡോക്ടർ വീണ്ടും ടെസ്റ്റുകളെല്ലാം എടുത്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ക്രിയാറ്റിൻ ലെവലും ഇപ്പോഴുള്ളതും തമ്മിൽ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്, വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ കുറവെന്ന് പറയുന്നത് സ്വാഭാവികമായും ആ ടൈം പീരീഡിൽ കുറയാൻ മാത്രം ഉള്ളതല്ല. അപ്പോൾ ഡോക്ടറിന് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, അതെങ്ങനെയാണ് ഇത്ര വേഗം ഇത്രയും റേറ്റ് താഴോട്ട് വരുന്നതെന്ന് അദ്ദേഹത്തിന് ഒരു ഡൗട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഒരു 4 ദിവസം കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാം, അതിലെ വാല്യൂസുമായി ഇത് മാച്ച് ചെയ്താൽ മാത്രമേ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും 4 ദിവസം കഴിഞ്ഞ് പോവുകയും അപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ ലെവലിന് നല്ല കുറവുണ്ടെന്നാണ് ഡോക്ടർ കണ്ടെത്തിയത്. ഡോക്ടറിനും വ്യക്തമായി മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അതുപോലെ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസിലും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആദ്യം ചെയ്തത് ഡയാലിസിസ് നമുക്കിപ്പോഴോ മാറ്റിവെക്കാം, പോകെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുകയും വരുന്നത് ഒരു 15 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിലുണ്ടായിരുന്നത് വലിയൊരു മാറ്റമായിരുന്നു കേട്ടോ. കാരണം അദ്ദേഹം പഴയ സ്ഥിതിയിലോട്ട് പതിയെ മടങ്ങി വരികയും അടുത്ത ജൂലൈ മാസം തന്നെ അദ്ദേഹം ആ ബാബയുടെ പാൽക്കി യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, വിശ്വാസമുള്ളവർക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരും, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, കരയാൻ തോന്നുക, പക്ഷെ നമ്മുടെ പ്രോബ്ലംസിന് ഒരു പരിഹാരവും ലഭിക്കുന്നില്ല, നമ്മൾ തന്നെ സ്റ്റക്കായി പോയ ഒരു സമയം നമുക്കുണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് കേട്ടത് മുതൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബാബയുടെ ഏതെങ്കിലും ഒരു ആരതി കാണും കേട്ടോ. ഇപ്പോൾ എല്ലാ ലൈവിലും നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. അതിൽ ബാബയുടെ കക്കടാരതിയോ ഷേജാരതിയോ ഏതൊരു ആരതി നിങ്ങൾ മനസ്സറിഞ്ഞൊന്ന് കണ്ടു നോക്കൂ, ബാബയുടെ സ്നാനം അതും ഒന്ന് കണ്ടു നോക്കൂ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ പ്രോബ്ലംസ് മാറുകയും നമ്മുടെ പ്രോബ്ലംസിന് ആലോചിച്ച് നമ്മളത് കാണുന്ന സമയത്ത്, ബാബയുടെ ആരതി കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ പ്രോബ്ലംസിനുള്ള പരിഹാരം ലഭിക്കുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് ചെയ്യാത്തവർ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ, ഏതെങ്കിലും ഒരു ആരതി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുകയും നിങ്ങൾക്കൊരു സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യും കേട്ടോ. ഒപ്പം ഞാൻ ഈ പറഞ്ഞ ഡിവോട്ടിയുടെ എക്സ്പീരിയൻസ് എപ്പോഴും മനസ്സിൽ കരുതുക കേട്ടോ. അതുപോലുള്ള മഹാരോഗങ്ങൾ മാറ്റിയ ബാബയ്ക്ക് നമ്മുടെ ഈ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വലിയ കാര്യമുള്ളതല്ല എന്ന് എപ്പോഴും വിശ്വസിക്കുക. എപ്പോഴും സദാ ബാബയെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ഓം സായിറാം.